ലക്ഷ്മി പ്രിയ, ടിനി ടോം, അങ്ങനെ ഇനി അടുത്ത ടാർഗറ്റ് ആരാണ് എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും സന്തോഷത്തില് രസത്തില് തോളിൽ കൈയിട്ട് ചേർന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏത് പാതിരാത്രി നമുക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇത്തരം പരാതികൾക്കെല്ലാം ഉറവിടം എന്ന് പറയുന്നത് നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നു. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. നീനാക്കുറുപ്പ് പറയുന്നത് ജിഹാദി എന്ന് നീനാക്കുറുപ്പ് പറയുന്നത് അൻസിബ ഹസൻ കേട്ടു എന്നാണ് അൻസിബ ഹസൻ പറഞ്ഞിരിക്കുന്നത്. ആരാടാ റമോ നിന്നോട് അപവാദമൊക്കെ പറയുന്നത്? അൻസിബ ഹസനോട് ടിനി ടോം പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അൻസിബ ഹസൻ പറയുന്നത് വേറെ 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 രീതിയിലുള്ള കഥകളാണ്. ഇതൊന്നും അവിടെ നടന്നിട്ടേ ഉള്ള കാര്യങ്ങളല്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. ഈ എന്താ പറയാ, ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസും ആയിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്. ഈ സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. അതേത് കഥ? അത് ശ്രീകോവിൽ വെച്ച് പറയാൻ പറ്റില്ല തിരുമേനി, കോളക്കടവിൽ വെച്ച് പറയാം. ഇല്ല, ഞാനത് വെറുതെ കാണിച്ചാണ്. നീ അതൊന്നും ഇവിടെ കയറി വിളമ്പേക്ക. എക്സിക്യൂട്ടീവ് കമ്മറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിയാതെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത തെണ്ടികൾ. അപ്പോ ഏറ്റവും ആദ്യം ഈ ഇവര് ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കുക എന്ന് പറയുന്ന ഒരു നടപടിയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് അപകടം വല്ലതും ഒന്നും പറയാതിരിക്കാ ഭേദം. 1 മാസത്തേക്ക് എനിക്ക് വിലക്കാണ്. അത് നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വിളിക്കേണ്ട കുറിപ്പിനെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കു പരമേശ്വരൻ എനിക്ക് വിലക്ക് തന്നിരിക്കുന്നതാണ്. നൂറ്റാണ്ടുകളുടെ സേവനത്തിന് ശേഷം എനിക്ക് കിട്ടി കൊട്ട്. ഒരു അധോലോക പ്രസ്ഥാനം പോലെയാണ് ഞങ്ങളുടെ ഓഫീസിനെ സെക്രട്ടറിയും പരിവാരങ്ങളും കൂടെ ചേർന്ന് ആക്കിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ടു തുറന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാരും മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിനി ടോം നീന കുറുപ്പിനെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, പിടിച്ചു മാറ്റി എന്നൊക്കെ. നീ അന്ന് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തില് ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീന കുറുപ്പാണ്. ഞാനോ? ഞാൻ തന്നെ. ഞാനൊന്നും ഓർക്കുന്നില്ല. അപ്പൊ കാണാം. See you.